ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. നമ്മുടെ വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഏവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് തൂബ്ലി ഏരിയ യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിന് കിട്ടിയത് തികച്ചും അനുയോജ്യനായ ഒരു വ്യക്തിത്വം, അതായത് നമ്മുടെ ശ്രീ അശോക് കുമാർ അവർ. നമ്മുടെ ഈ സംഘടനയുടെ ഏതാണ്ട് ആരംഭം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലാണെന്നതിനെ സഹകരിക്കുകയും എല്ലാ സഹായങ്ങളും നൽകുകയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പുരോഗമിക്കും തോറും അദ്ദേഹമാണെന്നതിന് നല്ല സംഭാവനകൾ നൽകുകയും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ ഉയർത്താനും ശ്രമിച്ച ആ വ്യക്തിത്വത്തിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിഷൻ 2050 ഭാഗമായി നമ്മളാണെന്നതിന് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സർവ പുരോഗതിക്ക് വേണ്ടി ഓരോ ശ്രീനാരായണനും ഏറ്റവും മികച്ച ജീവിതം ഉറപ്പാക്കുവാനായി നമുക്ക് ഈ സംഘടനയെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2050 എന്നുള്ള ആ ഒരു വിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ നമ്മളാണെന്നറിയില്ല ഈ ഏരിയ യൂണിറ്റുകൾ അത് 2014 മുതൽ തന്നെ ആരംഭിക്കുകയുണ്ടായി. ബഹ്റിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല ഏരിയയിൽ നിന്നുള്ള നമ്മുടെ ശ്രീനാരായണിയുടെ വളരെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഓരോ യൂണിറ്റുകളുമാണെന്നൊരു നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പ് 1000 ആക്കുക എന്നുള്ളതാണ്. ഈ വർഷാവസാനത്തോടുകൂടി നമ്മുടെ ഈ ഓരോ ഏരിയ യൂണിറ്റുകളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് എല്ലാവരും കഴിവുള്ളവരാണ്, പ്രാപ്തമുള്ളവരാണ്, അതുപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോഴാണെന്നൊരു ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന ഏരിയ യൂണിറ്റ് ആദ്യം ഉമ്മലസ്ഥൻ്റെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ സമാവാദ ഏരിയ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നടത്തി. ഇന്ന് നമ്മൾ തൂബ്ലി ഏരിയ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ ഈ ഓരോ ഏരിയയിലുള്ള ഓരോ യൂണിറ്റുകളിലും നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള ശ്രീനാരായണരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ഇതിനെയാണെന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിനായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അനവധി ആൾക്കാരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും നമ്മുടെ സമിതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ പ്രകാശ് കെ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി SNCSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകാന്ത് MS ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട SNCS വൈസ് ചെയർമാൻ ശ്രീ പ്രകാശ് KP, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ അശോക് കുമാർ ഏട്ടൻ, തൂബ്ലി ഏരിയ കൺവീനർ ശ്രീ ജയൻ ദേവരാജൻ, ഏരിയ സെക്രട്ടറി ശ്രീ അനിമോൻ ചന്ദ്രൻ, SNCS ഏരിയ കോർഡിനേറ്റർ ശ്രീ സുനീഷ് സുശീലൻ, എഡ്യൂക്കേഷൻ സെക്രട്ടറിയും തൂബ്ലി ഏരിയ കോർഡിനേറ്ററുമായ ബിജു PC, മറ്റ് SNCS കുടുംബാംഗങ്ങളെ ഏവർക്കും വേണ്ടി വിനീതമായ നമസ്കാരം. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ഗുരുദേവന്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് 2014 ബഹ്റിനിലുള്ള എല്ലാ ശ്രീനാരായണ ഭക്തരെയും ഉൾക്കൊള്ളിക്കാൻ രൂപീകരിച്ചതാണ് ഏരിയ യൂണിറ്റുകൾ. ഇന്ന് നമ്മുടെ തൂബ്ലി ഏരിയ യൂണിറ്റിൻ്റെ 2024-25 കാലഘട്ടത്തിലേക്കുള്ള പ്രവർത്തനോദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് തൂബ്ലി ഏരിയ യൂണിറ്റിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഭയങ്കര സപ്പോർട്ട്, അവിടെ കഴിഞ്ഞ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എപ്പോഴും നല്ല സപ്പോർട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഏരിയ യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിനായി നമുക്ക് കിട്ടിയിരുന്നത് ശ്രീ അശോകനെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന സപ്പോർട്ടുകൾക്കെല്ലാം ആദ്യമേ തന്നെ അദ്ദേഹത്തിന് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ബിസിനസ്സിലും ഗുരുദേവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീ ജയൻ ദേവരാജിൻ്റെയും ശ്രീ അനിമോൻ ചന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും നമ്മുടെ ലക്ഷ്യമായ 1000 മെമ്പർഷിപ്പ് നേടുവാൻ എത്രയും പെട്ടെന്ന് ഈ കമ്മിറ്റി തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇത് കഴിഞ്ഞ് ഇവിടെ നടത്തുന്ന കലാപരിപാടികൾ നടത്തുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ശ്രീകാന്ത് MS. അടുത്തതായി SNCSന്റെ മുൻ ചെയർമാനും SNCS ഏരിയ യൂണിറ്റുകളുടെ കോർഡിനേറ്ററുമായ ശ്രീമാൻ സുനീഷ് സുശീലനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന